എനിക്കറിയാം നിങ്ങളിപ്പോൾ കമൻറ്റ് ചെയ്യാൻ പോകുന്ന ബ്രോ എന്ത് പറ്റി വീഡിയോയുടെ ക്വാളിറ്റി തീരെ കുറഞ്ഞു പോയി ബ്രോ, ലൈറ്റിംഗ് ശരിയല്ല, സൗണ്ട് ശരിയല്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യാൻ പോകുന്നവർ ജസ്റ്റ് ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. എനിക്കറിയാം ഇതൊക്കെ കുറവാണെന്ന്, ലൈഫിൽ എപ്പോഴാണ് നമുക്കൊരു എമർജൻസി വരാൻ എന്ന് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ ഈ വീഡിയോ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് 101% ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ചും ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ ഉപയോഗിക്കുന്നവർ ഡെഫിനറ്റ്ലി വീഡിയോ അവസാനം വരെയും കാണുക. നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ മാത്രം. കാരണം ഒരൊറ്റ സ്ക്രീൻഷോട്ട് വഴിയാണ് ഒരു അക്കൗണ്ട് ഇല്ലാണ്ടായത്. സോ സാധാരണ നമ്മൾ എല്ലാവരെയും പോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടും ഇതേപോലെ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് പുള്ളിക്ക് ഒരു മെസ്സേജ് റിക്വസ്റ്റ് വന്നായിരുന്നു. അപ്പോൾ ആ ഒരു മെസ്സേജ് റിക്വസ്റ്റ് വന്നത് ഒരു അമേരിക്കൻ പ്രൊഫൈൽ, ഒരു ഫോറിൻ പ്രൊഫൈലിൽ നിന്നായിരുന്നു. സോ ആ ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ 100% ജെനുവിൻ ആയിട്ടുള്ള പ്രൊഫൈലാണ്. അത്യാവശ്യം എല്ലാ ദിവസവും ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, യാതൊരു പ്രശ്നമില്ല. സസ്പീഷ്യസ് ആയിട്ടൊന്നും തന്നെ ആ ഒരു പ്രൊഫൈലിൽ കാണുന്നില്ല. ഒരു നോർമൽ അമേരിക്കൻ പ്രൊഫൈലാണ്. അപ്പോൾ ആ ഒരു പ്രൊഫൈലിൽ നിന്ന് വന്നിരിക്കുന്നത് ഒരു ഹായ് മെസ്സേജ് ആയിരുന്നു. അപ്പോൾ തിരിച്ച് ഹായ് എന്ന് അയച്ചു. സോ ആ ഒരു പ്രൊഫൈലിലെ കുട്ടി പറഞ്ഞിരിക്കുന്നത് ആ ഒരു കുട്ടി ഇൻഫ്ലുവൻസറിൻ്റെ എന്തോ ഒരു കോമ്പറ്റീഷന് പങ്കെടുക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു കോമ്പറ്റീഷനിൽ അംബാസഡറൊക്കെ ആവണമെങ്കിൽ വോട്ടുകൾ വേണം. സോ മാക്സിമം വോട്ട് കിട്ടിയാലേ ചെയ്യാൻ പറ്റുള്ളൂ. സോ എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് വോട്ട് ചെയ്യാമോ എന്ന് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഓക്കെ എന്താണ് ഞാൻ അതിന് വേണ്ടി ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. സോ ആ കുട്ടി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ നടത്തുന്ന ഒരു വോട്ടിംഗ് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ വോട്ട് ചെയ്യാനായിട്ടുള്ളൊരു മെസ്സേജ്, ഒരു SMS നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു SMSൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞ് ഏകദേശം ഒരു 5 സെക്കൻഡോ 10 സെക്കൻഡോ കഴിഞ്ഞ ശേഷം SMS ഇതേപോലെ എൻ്റെ ഫ്രണ്ടിൻ്റെ മൊബൈലിലേക്ക് വന്നതാണ്. പക്ഷേ ആ കുട്ടി പ്രത്യേകം പറഞ്ഞു ആ ഒരു ലിങ്കുമേ നിങ്ങൾ ക്ലിക്ക് ചെയ്യരുത്, ആ ലിങ്ക് ക്ലിക്ക് ചെയ്യാതെ എനിക്ക് ജസ്റ്റ് സ്ക്രീൻഷോട്ട് മാത്രം മതി, അല്ലാണ്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുക, വോട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് സ്ക്രീൻഷോട്ട് മാത്രം എനിക്ക് അയച്ചാൽ മതി എന്ന് പറഞ്ഞു. സോ എൻ്റെ ഫ്രണ്ടും ആ ഒരു സാധനം സ്ക്രീൻഷോട്ട് എടുത്തു അയച്ചു കൊടുത്തു. സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്തപ്പോൾ ആ കുട്ടി വീണ്ടും ചോദിച്ചു നിങ്ങൾ ആ ഒരു ലിങ്കുമേ ക്ലിക്ക് ചെയ്തു എന്ന്. അതിനുശേഷം ഈ കുട്ടി ചോദിച്ചു ഓക്കെ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? അപ്പോൾ ഇന്ത്യയിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യയിൽ എവിടെയാണ്? അപ്പോൾ കൊച്ചിയാണ് എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് കോൺവെർസേഷൻ എൻഡ് ചെയ്തു. പിന്നീട് മെസ്സേജൊക്കെ അയച്ചിട്ട് യാതൊരു റിപ്ലൈയും കിട്ടിയില്ല. പക്ഷേ അതിനുശേഷം ഒരു 10 മിനിറ്റിന് ശേഷം പിന്നീട് ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയപ്പോൾ ആ ഒരു അക്കൗണ്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ആ ഒരു അക്കൗണ്ട് ഹാക്കായിപ്പോയി. ഈ അക്കൗണ്ട് അവിടെ ഹാക്കായി പോയ സമയത്ത് എൻ്റെ വേറൊരു ഫ്രണ്ട് എനിക്ക് ഇതേപോലെ ഒരു സ്ക്രീൻഷോട്ട് അയച്ചായിരുന്നു. അതായത് ഇങ്ങനെ ഒരു വോട്ടിംഗ് കോമ്പറ്റീഷനെ കുറിച്ച് എന്നോട് പറയുന്നുണ്ട്, SMS അയക്കുമെന്ന്. അത് എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് എനിക്ക് മെസ്സേജ് അയച്ചപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനൊരു വലിയ ഹാക്കിംഗ് സ്കാം നടക്കുന്നുണ്ട് എന്ന്. സോ ഇവിടെ സംഭവിച്ചത് എന്താണ്? സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. ആ ഒരു വ്യക്തി പോലും അറിയാതെ ആ ഒരു വ്യക്തിയുടെ പാസ്വേഡ് എങ്ങനെയാണ് റീസെറ്റ് ആയത്? സോ ഈ ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്നത് സ്ക്രീൻഷോട്ട് അയക്കുക എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ലിങ്കുമേ ക്ലിക്ക് ചെയ്യണമല്ലോ, സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുന്നതിൽ എന്താണ് ഇത്ര ബുദ്ധിമുട്ടെന്ന്. പക്ഷേ അവിടെ നിങ്ങൾ അയച്ചു കൊടുക്കുന്ന സ്ക്രീൻഷോട്ട് ആ കുട്ടി അവിടെ നിന്നും റീസെറ്റ് പാസ്വേഡ്, അല്ലെങ്കിൽ ആ ഒരു ഹാക്കർ അവിടെ നിന്ന് റീസെറ്റ് പാസ്വേഡിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാഗ്രാം അയക്കുന്ന ഒരു സെക്യൂരിറ്റി ലിങ്കാണത്, പാസ്വേഡ് റീസെറ്റ് ചെയ്യാനായിട്ട്. ആ ഒരു ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യണമെന്നില്ല, അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നോക്കി ആ ഒരു ഹാക്കർ അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യുകയും അതിനുശേഷം നിങ്ങളുടെ പാസ്വേഡ് മാറ്റുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നിങ്ങളുടെ അക്കൗണ്ട് മുഴുവനായിട്ടും ഹാക്ക് ആക്കിക്കൊണ്ട് പോകുന്നത്. ഇനി ഇത് ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല, ഇത് പോസ്റ്റുകളുടെ രൂപത്തിലും വരുന്നുണ്ട്. നിങ്ങളുടെ ഫേവറേറ്റ് ക്രിയേറ്ററിന് വേണ്ടി വോട്ട് ചെയ്യൂ, ജസ്റ്റ് സ്ക്രീൻഷോട്ട് അയച്ചുകൊണ്ട് വോട്ട് ചെയ്യാവുന്നതാണ്, എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രൈസുകൾ കിട്ടും, ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നൊക്കെ പറഞ്ഞ് ചെറിയ പോസ്റ്റുകളിട്ട് ആ ഒരു പോസ്റ്റ് നമ്മൾ റിപ്ലൈ കൊടുത്ത് ഇതേപോലെ പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഒരു സ്ക്രീൻഷോട്ട് അയച്ചാൽ എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നു, അയച്ചു കൊടുക്കുന്നു, നിങ്ങളുടെ അക്കൗണ്ട് പോകുന്നു. ഇത് ഇൻസ്റ്റാഗ്രാമിൽ മാത്രമല്ല, നിങ്ങൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യുവാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏത് സോഷ്യൽ മീഡിയ സൈറ്റ് ഉപയോഗിക്കുവാണെങ്കിലും നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ ഫോൺ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലിങ്കുകൾ വരുന്ന സമയത്ത് സ്ക്രീൻഷോട്ട് വഴിയും നിങ്ങളെ ഹാക്ക് ചെയ്തുകൊണ്ട് പോകും. ആൻഡ് ഇവിടുത്തെ ഹാക്കർ വളരെ ഇൻ്റലിജൻ്റ് ആയിരുന്നു. ആ ഒരു പ്രൊഫൈൽ കണ്ടാൽ നമ്മൾ ഒരിക്കലും പറയില്ല ഇതൊരു ഫേക്ക് പ്രൊഫൈലായിരുന്നു, കാരണം അതൊരു ജെന്വിൻ പ്രൊഫൈൽ തന്നെ ആയിരുന്നു. പക്ഷേ ആരും റിപ്പോർട്ട് ചെയ്യില്ല, കാരണം റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ അക്കൗണ്ട് നമ്മുടെ കയ്യിൽ നിന്നും പോകുമല്ലോ. അതുകൊണ്ട് ആ ഒരു ധൈര്യത്തിലാണ്. ആൻഡ് ഇതേപോലെ ജെന്വിനായിട്ട് ഇരിക്കുന്ന കുറേയധികം ഫേക്ക് പ്രൊഫൈലുകൾ ക്രിയേറ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള പുതിയൊരു സ്കാം പോകുന്നുണ്ട്. ഈ എനിക്ക് അറിയിക്കണമെന്ന് തോന്നി. ഞാനിപ്പോൾ സ്റ്റുഡിയോയിലല്ല എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു സെറ്റപ്പ്. സോ എനിക്ക് മനസ്സിലായി സെറ്റപ്പ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും അതിനേലും കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ് ഈ വീഡിയോ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് സൂക്ഷിക്കുക, എന്നാലേ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം നിങ്ങളുടെ കയ്യിൽ ഇരിക്കുകയുള്ളൂ. ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരെയും പ്രൊട്ടക്ട് ചെയ്യുക. ആൻഡ് ഇതേപോലെ കൂടുതൽ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.